angel, oh angel, you move with us. Right and right, are you angel? Oh angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Right and right, are you angel? Oh angel, you move with us. Right and right, are you angel? Oh angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Right and right, are you angel? Oh angel, you move with us. Right and right, are you angel? Oh angel, you move with us. साथी है सराफिन सुंदर है उनके आगे चलते चलते हमके साथ सहारा देता है सदा. Right and right, are you angel? Oh angel, you move with us. Right and right, are you angel? Oh angel, you move with us. സെറാഫിൻ 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 വേഗം നടക്ക് ജോളി, അവരിപ്പോൾ അവിടെ എത്തിക്കാണും. സോറി ജോബി, ഞാൻ കാരണമല്ലേ നമ്മൾ ലേറ്റ് ആയത്. സാരമില്ല ജോളി, നമുക്ക് വേഗം നടക്കാം. ദേ അവരിങ്ങെത്തി. നല്ല ആളുകളാ. ഞങ്ങളെ രാവിലെ എത്താൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? തെറ്റെന്റെ ഭാഗത്താണ് പ്രീതി. ഞാൻ കാരണമാ ജോബിയിൽ ലേറ്റ് ആയത്. എന്തായി കണ്ടോ? എന്താകാന്, അവൻ നമ്മളെ പറ്റിച്ചതാ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അല്ല, പക്രു ഇവിടെ. പാവം പക്രു ഒരുപാട് നടന്ന് തളർന്ന് ആ മരച്ചുവട്ടിലിരിക്കുന്നുണ്ട്. നമുക്ക് ബക്രുവിന്റെ അടുത്തേക്ക് പോവാം. അയ്യോ മമ്മി, വയ്യായേ. അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ പൊടിച്ച് ഞാൻ പപ്പടം വെക്കും. അമ്മേ. സാരമില്ല ബക്രു, അത് വിട്ടേക്ക്. ആഹാ, എത്തിയോ? ഓ, എന്താ ഇത്ര നേരത്തെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ കള്ളം പറഞ്ഞതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അവൻ പറഞ്ഞതായി സത്യം. ഇപ്പൊ എന്തായി? വെറുതെ നടന്ന് ചെരുപ്പ് തേഞ്ഞത് മിച്ചം. സോറി പക്രു, അവൻ ഇങ്ങനെ കള്ളം പറയുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സോറി, നീ ക്ഷമിക്ക്. ആ,
ഇനി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. പറ്റിയത് പറ്റി. എന്തു പറ്റി? എല്ലാവരും ചേർന്നൊരു ഗൂഢാലോചന. ഗുഡ് മോർണിംഗ് ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തു പറ്റി? എന്താ എല്ലാവരുടെയും മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല ഫാദർ. എന്താണെങ്കിലും പറഞ്ഞോളൂ മക്കളെ. അത് പിന്നെ ഫാദർ, ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ജിയോ. അവൻ എപ്പോഴും നുണ മാത്രമേ പറയാറുള്ളൂ. അതെ ഫാദർ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വൈകി വന്ന അവനെ ടീച്ചർ വഴക്കു പറഞ്ഞു. വൈകി വന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആ മണ്ണാറ് കുന്നിന്റെ ചെരുവിൽ അവന്റെ ഒരു മുത്തശ്ശി താമസിക്കുന്നുണ്ടെന്നും ആരും നോക്കാനില്ലാതെ ആ മുത്തശ്ശി മുഴുപട്ടിണിയാണെന്നും മുത്തശ്ശിക്ക് ആഹാരം കൊണ്ടുപോയതുകൊണ്ടാണ് അവൻ താമസിച്ചതെന്നും പറഞ്ഞു. അവന്റെ വാക്ക് വിശ്വസിച്ച് മണ്ണാർ കുന്നിൻ ചെരുവിലെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊണ്ടുപോയതാ ഞങ്ങൾ. എന്നാൽ അവിടെ അങ്ങനെ ഒരു മുത്തശ്ശിയും താമസമില്ല. ഞങ്ങൾ നടന്നു തളർന്നത് മിച്ചം. ആ ജിയോ ആളു കൊള്ളാമല്ലോ. കള്ളം പറയുന്നതും ചെയ്യുന്നതും തെറ്റാണ്. എന്താ അവനത് അറിയില്ലാന്നുണ്ടോ? അവൻ നാക്കെടുത്താൽ കള്ളമേ പറയൂ ഫാദർ. നിങ്ങള് അവനെ എന്റെ അടുത്തു കൊണ്ടുവരൂ. ഞാനൊന്ന് ഉപദേശിച്ചു നോക്കാം. ശരി ഫാദർ. പക്ഷെ അതൊന്നും കൊണ്ട് അവൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫാദർ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നാല് അങ്ങനെയാകട്ടെ. ഗോഡ് ബ്ലെസ് യു ചിൽഡ്രൻ. താങ്ക് യു ഫാദർ. എനിക്ക് തോന്നുന്നില്ല ഫാദറിന് അവനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന്. അവൻ ഫാദറിനെയും നുണ പറഞ്ഞ് പറ്റിക്കും, അത് ഉറപ്പാ. ഫാദർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മലരേ 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 മലരേ. ഷോ, ബാക്കി വരി മറന്നുപോയല്ലോ. ജോസഫ് ചേട്ടനാണല്ലോ. ഒരു പണി കൊടുത്തേക്കാം. എന്താടാ ജിയോ, എന്തിനാ ഓടുന്നത്? ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ചേട്ടന്റെ പശു കയറ് പൊട്ടിച്ചു. അതിനെന്താ, അതിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിക്കോളും. ഷോ, ഇയാൾക്കൊരു കൂസലമില്ലല്ലോ. ആ, വഴിയുണ്ട്. അതിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിക്കോളും. പക്ഷെ നിന്നു കത്തുന്ന ചേട്ടന്റെ വീട്ടിലെ തീ അണയ്ക്കാൻ ചേട്ടൻ തന്നെ പോയല്ലേ പറ്റൂ. എന്താ പറഞ്ഞത്? കയറ് പൊട്ടിച്ച പശു ചേട്ടന്റെ വീടിന്റെ അടുക്കളയിലാ കയറി ചെന്നത്. അടുപ്പിലെ തീ പടർന്ന് വീട് കത്താൻ തുടങ്ങി. വേഗം ചെന്ന തീ അണയ്ക്കാം. പാവം, ഓടുന്ന ഓട്ടം കണ്ടില്ലേ. എന്നെ സമ്മതിക്കണം. ഇവനാള് കൊള്ളാമല്ലോ. എത്ര പെട്ടെന്നാണ് അവൻ അയാളെ പറ്റിച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ മനുഷ്യരെ പോലെ കള്ളം പറഞ്ഞു പഠിക്കരുത്. കള്ളം പറയുന്നത് പാപമാണ്. എപ്പോഴും സത്യം മാത്രം പറയുക. എന്തായാലും ഇവന്റെ ഈ കളി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് കുറച്ചു നേരം ഇവനോടൊപ്പം നടക്കട്ടെ. നല്ല രസമുണ്ടാകും. നടക്ക്. വേണ്ട, വെറുതെ അവനോടൊപ്പം നടന്ന് പണി വാങ്ങിക്കരുത്. നീ കുഞ്ഞുങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാനങ്ങ് വന്നേക്കാം. അറിയാത്ത കാക്കത്തിന് ചൊറിയുമ്പോൾ അറിയും. നിങ്ങൾ വാ മക്കളെ. ആഹാ, ദേ വരുന്നു അടുത്തയാള്. ഇന്ന് ഞാൻ ചിരിച്ചു മരിക്കും. എന്നാടാ ജിയോ? ചേട്ടനെ ജോസഫ് ചേട്ടൻ കാശ് വല്ലതും തരാനുണ്ടായിരുന്നോ? ആ ഉണ്ടല്ലോ, കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ കൊടുത്തേക്കാന്നാ പറഞ്ഞ്. ഞാന് സ്ഥലത്തില്ലായിരുന്നു. അപ്പ അത് തന്നെ, അയാൾ ചേട്ടനെ പറ്റിച്ചു. ചേട്ടനെ കണ്ടതും അയാൾ ഓടാൻ തുടങ്ങി. അമ്പട കള്ള, നിന്നെ ഞാനിന്ന് ഇന്ന് ഔസേപ്പും ജോസഫും തമ്മിൽ ഏറ്റുമുട്ടും. എന്നെ സമ്മതിക്കണം. ഇവന്റെ ഈ കളി അടി കിട്ടുന്ന കളിയാ. എന്തായാലും അത് കാണുക തന്നെ വേണം.
നമ്മൾ എങ്ങനെ അവനെ ഫാദറിന്റെ അടുത്ത് എത്തിക്കുക? നമ്മൾ പറഞ്ഞാലൊന്നും അവൻ ഫാദറിന്റെ അടുത്ത് ചെല്ലില്ല. പക്ഷെ എങ്ങനെയും അവനെ അവിടെ എത്തിക്കണം. പക്ഷേ എങ്ങനെ? എന്തെങ്കിലും വഴി ഈശോ കാണിച്ചു തരാതിരിക്കില്ല. ദേ വരുന്നു ജിയോ. അതെ, നമ്മൾ ഇന്ന് മണ്ണാർക്കുന്നിൽ അവൻ പറഞ്ഞ മുത്തശ്ശിയെ തിരക്കിപ്പോയ കാര്യം ആരും പറയരുത്. അത് ശരിയാ. നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അവൻ കൂടുതൽ പേരെ അത് പറഞ്ഞു പറ്റിക്കും. അത് ശരിയാ. ഹായ് കൂട്ടുകാരെ, എന്താ പരിപാടി? എന്റെ ലണ്ടനിലുള്ള അമ്മാച്ചൻ ഇതുവഴി ഫ്ലൈറ്റിൽ പോകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഫ്ലൈറ്റ് ഇവിടെ ആളെ ഇറക്കുമ്പോൾ ഒരു കവർ അമ്മാച്ചന് കൊടുക്കണം. അതിന് കാത്തു നിൽക്കുക. ഇനി ഇവൻ പറഞ്ഞത് ശരിയാണോ? കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കറിയാം നിങ്ങൾ എന്നെ പറ്റിച്ചതാണെന്ന്. ജിയോ, ഞങ്ങൾ നിന്നെ കാത്തു തന്നെയാ നിന്നത്. എന്നെയോ? എന്നെന്തിനാ കാണുന്നേ? നമ്മുടെ ഫാദറിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെയോ? എന്നെന്തിനാ കാണുന്നേ? ആവോ, ഞങ്ങൾക്കറിയില്ല. നിന്നെ കാണുവാണെങ്കിൽ ഫാദറിന് നിന്നെ കാണണമെന്ന് പറയാൻ പറഞ്ഞു. ഓ, എന്തെങ്കിലും ഉപദേശം തരാനാവും. എനിക്കൊന്നും വയ്യ. നാളെ 10 മണിക്ക് നീ പള്ളിയിലേക്ക് ചെന്നില്ലെങ്കിൽ ഫാദർ നിന്റെ വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞത്. അയ്യോ, അതിലും വേദം ഞാൻ കിട്ടാനുള്ളത് പള്ളിയിൽ പോയി വാങ്ങിക്കുന്നതാ. ഞാൻ പോകട്ടെ കൂട്ടുകാരെ, കുറച്ച് പണിയുണ്ട്. നാളെ ഫാദർ ഉപദേശിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ കാണാം. ചേടാ, ഇവനിന് ഉപദേശം കേട്ട് നന്നായി പോകുമോ? എന്തായാലും നാളെ അറിയാം. നാളെ നമുക്കും പള്ളിയിൽ പോകണം. അത് ശരിയാ. എന്താകുമെന്ന് അറിയണല്ലോ. ഇന്നലെ നിങ്ങൾ അവനെ കണ്ടു എന്നുള്ളത് സത്യമാണോ? ഞങ്ങൾ കള്ളം പറയുകയാണെന്നാണോ ഫാദർ? അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ. ഞങ്ങൾ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞിരുന്നതാ. ഇനി അവൻ വരില്ലായിരിക്കോ? സമയം 11 കഴിഞ്ഞു. ദേ, അവൻ വരുന്നുണ്ട്. ഫാദർ, ഞങ്ങൾ മാറി നിൽക്കാം. ഫാദർ അവരോട് സംസാരിക്കൂ. അങ്ങനെയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ജിയോ, നിന്നെ ഇപ്പോ പള്ളിയിലേക്കൊന്നും കാണാനേ ഇല്ലല്ലോ? അത് പിന്നെ ഫാദർ, അല്പം തിരക്കിലായിപ്പോയി, അതാ. ആളുകളെ നുണ പറഞ്ഞു പറ്റിക്കുന്നതാണോ ജിയോ നിന്റെ തിരക്കുള്ള ജോലി? അയ്യോ, ഫാദറിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാ. ഞാൻ ആരോടും നുണ പറയാറില്ല. എന്നിട്ടാണോ നീ ആ ഔസേപ്പിനെയും ജോസഫിനെയും തമ്മിൽ തല്ലിച്ചത്? തക്ക സമയത്ത് ഞാൻ അവിടെ എത്തിയതുകൊണ്ട് വേണ്ടാതീരമൊന്നും നടന്നില്ല. കുഞ്ഞേ, ദാ നോക്കൂ, ഇങ്ങനെ ആരുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇനി ഒരിക്കലും ആരോടും നുണ പറയരുത്. ശരി ഫാദർ. അല്ല, 10 മണിക്ക് എത്താന്ന് പറഞ്ഞ ജിയോ എന്താ ഇത്ര വൈകിയത്? കള്ളം പറയാഞ്ഞിട്ട് ആകെ ഒരു വെല്ലായ്മ. എന്തായാലും ഇത് തന്നെ അവസരം. അത് പിന്നെ ഫാദർ, ഞാൻ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. അപ്പൊ വലിയൊരു മരം എന്റെ മുന്നിലേക്ക് അങ്ങോട്ട് വീണു. തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ കുറച്ച് ദൂരം നടന്നു വന്നപ്പോ മുന്നിലൊരു പുലി. ഞാൻ ഓടി ഒരു മരത്തെ കയറി. ഒരുവിധം കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ പോട്ടെ ഫാദർ. മണ്ണാറൻകുന്നിൽ എനിക്കൊരു മുത്തശ്ശിയുണ്ട്. പാവം മുത്തശ്ശിക്ക് ഞാൻ വേണം ഭക്ഷണം കൊണ്ടുപോവാൻ. എന്നാൽ വേഗം പോയിക്കോളൂ. ഫാദർ, അവൻ പറഞ്ഞത് വിശ്വസിച്ചോ? അവൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്തു ചെയ്യാൻ കഴിയും? ഒരിക്കലും തല്ലിയോ വഴക്കു പറഞ്ഞോ അവനെ ഇതിൽ നിന്നും വഴിമാറ്റി നടത്താൻ കഴിയില്ല. അതിന് അവൻ തന്നെ മനസ്സു വയ്ക്കണം. അവനു മാത്രമേ ഇനി അവനെ തിരുത്താൻ കഴിയൂ. ഈശോ അവന് തുണയാകട്ടെ. ഇനി എന്തു ചെയ്യും? അവൻ
അവനെ തിരുത്താൻ ആർക്കും കഴിയില്ല. നമുക്ക് സെറാഫിനെ വിളിക്കാം. സെറാഫിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. സെറാഫിൻ എല്ലാം കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇനി സെറാഫിന് മാത്രമേ അവനെ ഇതിൽ നിന്നും തിരുത്താൻ കഴിയൂ. കുഞ്ഞുമാലാഖമാരെ, ഞങ്ങൾ ഇവിടെ ഉണ്ട് സെറാഫിൻ. എന്താ ഞങ്ങളുടെ ദൗത്യം? ഇവിടെ വരൂ, പറയാം. ഇത് ഞങ്ങളേറ്റു. സെറാഫിൻ എന്താ അവരോട് പറഞ്ഞത്? കാണാനുള്ളത് കണ്ടു തന്നെ അറിയിക്കുക. വരൂ. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? പിന്നല്ലാതെ. ഷേടാ, ഇത് മുട്ടൻ പണിയായല്ലോ. ഇനി എങ്ങനെ അപ്പുറത്ത് പോകും? അയ്യോ, എന്നെ ഈ മരം ചുറ്റിപ്പിടിക്കുന്നേ. രക്ഷിക്കണേ, അയ്യോ. അയ്യോ, അയ്യോ, ആശ്വാസമായി. രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അതെന്നെ പിടിച്ചു തിന്നേനെ. ഇനി എന്റെ ഊഴം. അയ്യോ, പുലി. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഒരു പുലി എന്നെ തിന്നാൻ വിടുന്നേ. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ കൂട്ടുകാരെ. ഇനി നിങ്ങളുടെ ഊഴമാണ്. എന്തു പറ്റി ജിയോ? എന്തിനാ ഓടുന്നത്? അയ്യോ, എന്നെ രക്ഷിക്കണേ. ഒരു പുലി എന്നെ തിന്നാൻ വിടുന്നേ. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ കൂട്ടുകാരെ. നീ ആള് കൊള്ളാമല്ലോ. പുലി വരുന്നത് കണ്ടിട്ട് ഞങ്ങളോട് ഓടാനല്ല അവൻ പറയുന്നത്, അവനെ രക്ഷിക്കാന്. അതായത് നമ്മളെയും പുലി പിടിക്കുമല്ലോ. ചുമ്മാതിരിക്ക് പക്രു. ജിയോ, നീ പേടിക്കേണ്ട. ജിയോ, നീ ഫാദറിനോട് നീ വൈകി വന്നതിന് ഒരു നുണക്കഥ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടാവും. നീ പറഞ്ഞ നുണയിലെ കഥാപാത്രങ്ങളാ ഇതൊക്കെ. അയ്യോ, പുലി എന്നെ ഇപ്പൊ തിന്നുവേ. ജിയോ, വേഗം നീ അവരോട് ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് സത്യം ചെയ്യ്, വേഗം. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇനി നീ നുണ പറഞ്ഞാല് ആ കഥാപാത്രങ്ങൾ മുഴുവൻ നിന്റെ മുമ്പിൽ വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല. നുണ വികൃതമായ കറയാണ്. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു.